ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അയക്കൂരയാണ്. അത് വെച്ചിട്ട് നമുക്കൊരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റൈസ് നമുക്കൊന്ന് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് കായം പരത്തിയെടുക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്താൽ നല്ലതാണ്. നമുക്ക് വാങ്ങി കഴിക്കണ്ടല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് സ്വർഗ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം, മഞ്ഞളിൻ്റെ പൊടി, പിന്നെ ഉപ്പ് എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാലയുടെ പൗഡർ ഇത്തിരി എടുത്തിട്ട് നമുക്കിതൊന്ന് ചേർത്തെടുക്കാം. ഇതിലേക്ക് സവാള, ഉള്ളി, പച്ചമസാല അത്രയും വേണ്ട. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. വെക്കാം. പക്ഷെ നമുക്ക് ഒരു പാത്രം ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ എപ്പോഴും കുറച്ചാൽ മതി, നല്ലതാണ്. സവാള ഇട്ട് മസാലക്കുള്ള സവാളയാണ്. അത്ര മീൻ ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വാടി വെന്ത് വരണം. ഇപ്പോൾ സവാളൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഞാൻ ഉടച്ചെടുത്തതാണ്, തക്കാളി വേവില്ല. അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായി ഉടച്ചെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമസാല, പച്ചമസാല എന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിന, അതുപോലെ തന്നെ പച്ചമുളക്. ഇതൊക്കെ നന്നായി ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകണം. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അതിൽ മുന്നേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചെല്ലാം എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് തീരെ എരിവ് കുറവാണ്. പിന്നെ മഞ്ഞളിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം പോയിട്ടിട്ട്. പിന്നെ പെരുംജീരകം നമ്മൾ മീൻ കുഴക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്തായാലും മീൻ ബിരിയാണിയാണ്, മീനിൻ്റെ ചോറല്ല. അപ്പം എന്തായാലും കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പച്ചമല്ലി ഇട്ടാൽ മതി പൊടിച്ചിട്ട്. അപ്പം നല്ല ചോറായിരിക്കും. ഇനി വലിയ പണിയൊന്നുമില്ല, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഈ മീൻ പൊരിച്ചതില്ലേ നമുക്ക് ഇതിലേക്ക് വെച്ചു. രണ്ട് കഷ്ണം മീനിൻ്റെ ചോറാണ്. വേവിപ്പിച്ച് വെച്ച് ചോറിലേക്ക് ചോറ് വേവിപ്പിക്കുമ്പോൾ ഫുള്ള് വേവിപ്പിക്കരുത്. 1 കപ്പ് അരിയായിരുന്നു, വെന്തപ്പോൾ കുറേ ഉണ്ടാവും.
സമയം കടന്നു. അപ്പോൾ ഈ മീനിൻ്റെ രുചിയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വരും. അടിയിൽ ഇങ്ങനെ പിന്നെ മീൻ പൊരിച്ച മസാല ഇട്ടില്ല ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. വേഗം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എളുപ്പം ഉണ്ടാക്കി കൊണ്ടുപോകാം. ഇതിപ്പോൾ അയില ഉണ്ടെങ്കിൽ അയിലാക്കിയാലും മതി. അയക്കൂര തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് ഗരം മസാല ഇട്ട് വെക്കുക. എളുപ്പത്തിൽ പണി കഴിയും. ഇത് നമുക്ക് മൂടി കൊടുക്കാം. കുറച്ച് ചോറ് വേവാനുണ്ട്, ഫുള്ള് വെന്തിട്ടില്ല. അതിനി ആവിയിൽ കിടന്ന് അങ്ങനെ വെന്തോളൂ. നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ചോറ് പാത്രത്തിലേക്ക് വേണം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. മസാല ഇത് അങ്ങനെ നമ്മൾ ആ വേവിലേ എടുക്കാവുള്ളൂ. പിന്നെ ഈ ദമ്മിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. ഇങ്ങനെ ചോറ് വെച്ചോട്ടിയാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ചോറൊക്കെ കറക്റ്റായിട്ട് വേവുകയും ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ. ഷെയർ ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുന്നതാണ്, ലൈക്ക് ചെയ്യുന്നതാണ്. ഇഷ്ടമാവും അപ്പോൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ.